ഈ ഫ്രോയിഡിൻ്റെ ഈ പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഈ സിദ്ധാന്തങ്ങൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ടേമുകൾ, ചില സാങ്കേതിക പദങ്ങൾ നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ. ഒന്ന്, ഫ്രോയിഡ് പറയുന്ന അൺകോൺഷ്യസ് കൺഫ്ലിക്ട്സ് എന്നത്, അല്ലെ അത് ബാലൻസ്ഡ് ആണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി. ഫ്രോയിഡിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് കൺഫ്ലിക്ട്സ്, അതിലുള്ള ഈഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഇതിൻ്റെ കൺഫ്ലിക്റ്റുകളാണ് ഒരാളുടെ വ്യക്തിത്വത്തിൽ രൂപപ്പെടുത്തുന്നതെന്നാണ് ഫ്രോയിഡിയൻ തിയറി. ഈ സിദ്ധാന്തം 100% ശരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ സിദ്ധാന്തം അത്ര ശരിയൊന്നുമല്ല. ഇതിന് ഒരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് തെറ്റുകളുണ്ട് ഈ സിദ്ധാന്തത്തിൽ. ഈ സിദ്ധാന്തം ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സിദ്ധാന്തമല്ല. എന്നാൽ പോലും ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള സിദ്ധാന്തം എന്ന് മാത്രമല്ല, ഈ സിദ്ധാന്തം വേണമെങ്കിൽ അതൊരു അബദ്ധമാണെന്നൊന്നുകൂടെ പറയാം. എന്നാൽ പോലും ഈ സിദ്ധാന്തത്തിൽ നമ്മൾക്ക് എടുക്കാൻ പറ്റിയ കുറേ നല്ല കാര്യങ്ങളുണ്ട്, നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം ഫോർ അവർ ഓൺ പേഴ്സണാലിറ്റി ബിൽഡിങ്. നമ്മുടെ തന്നെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ തന്നെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ. മനഃശാസ്ത്രത്തിൽ ഫ്രോയിഡിൻ്റെ സംഭാവനകൾ പിന്നെ വരുന്നത് അദ്ദേഹത്തിൻ്റെ വേറെ 2-3 തിയറികളിൽ, അത് വ്യക്തിത്വ സിദ്ധാന്തങ്ങളുടെ ഭാഗം തന്നെയാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഫ്രീ അസോസിയേഷൻ, അതായത് സ്വതന്ത്രമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, സ്വതന്ത്രമായിട്ടുള്ള അസോസിയേഷൻ. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ വേറൊരു കോൺട്രിബ്യൂഷൻ സംഭാവന തിയറി ഓഫ് റിപ്രഷൻ. റിപ്രഷൻ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള മലയാളം വാക്ക് നമുക്ക് മനസ്സിൽ അടക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അടിച്ചമർത്തല്ല, അത് സപ്രഷനാണ്. അടക്കുക എന്നാണ് റിപ്രഷൻ. നമ്മളറിയാതെ തന്നെ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്ന റിപ്രഷൻ, തിയറി ഓഫ് റിപ്രഷൻ. പിന്നെ ഫ്രോയിഡിൻ്റെ ഒരു സംഭാവന തിയറി ഓഫ് ഡ്രീംസ്, ഡ്രീം അനാലിസിസ് തിയറി, അതായത് സ്വപ്നങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു മെത്തഡോളജി. ഇതിൽ ആദ്യത്തേതായിട്ടുള്ള നമ്മുടെ ഫ്രീ അസോസിയേഷൻ്റെ ഒരു മെത്തേഡ്. ഫ്രീ അസോസിയേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു വ്യക്തിയായിട്ട് തുടർച്ചയായി വളരെ ഫ്രീ ആയിട്ട് ആളെ വിടണു, റിലാക്സ് ചെയ്തിരിക്കാൻ പറയണോ, എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുന്നു നിങ്ങളുടെ മനസ്സിൽ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് സംസാരിക്കാം. ആദ്യ ആൾ പറയാം എൻ്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല, ഇല്ലെങ്കിൽ പറയാം എൻ്റെ മനസ്സിൽ ഒരുപാട് വരുന്ന എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. മെല്ലെ മെല്ലെ അവർ പറയാൻ തുടങ്ങും. അവരുടെ ലൈഫിലെ ഏറ്റവും ബിറ്ററായിട്ടുള്ള, ഷോക്കിംഗ് ആയിട്ടുള്ള, അൺപ്ലസൻ്റ് ആയിട്ടുള്ള, അസുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ അവർ പറയാൻ തുടങ്ങും. ഇതിനെ ബേസ് ചെയ്തിട്ട്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരുടെ വ്യക്തിത്വത്തിനെ മെഷർ ചെയ്യൽ, അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഫ്രീ അസോസിയേഷൻ മെത്തേഡ്. വേറെ ഫ്രോയിഡിൻ്റെ ഒരു സംഭാവന ഞാൻ പറഞ്ഞു, തിയറി ഓഫ് റിപ്രഷൻ. എന്താണത്? ഇത് ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ വ്യക്തിത്വത്തിലുള്ള പല കാരണവും ഈ ഡിഫൻസ്